അവളും പോയാ എന്നാരോ പറയണ കേട്ടു. കേട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ അവളവിടെ പോയെന്ന്? അറിയാമായിരിക്കും മുതലാളി. ഇവരൊക്കെ ഒരു കെട്ടാണ്. നീ ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വാക്ക് പറയാതമ്മു. എന്റെ കണ്ണുദൃഷ്ടിയാണ്. ഈ ഇരിക്കണ തറവാടിനാണ് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ വായിക്കൊരു സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ മുതലാളി? ആരും അറിയണ്ട. കർത്താവേ, ഈ കൈയും വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതും ഇതും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കൈ മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. വേല ചെയ്യാൻ എനിക്കൊട്ട് മടിയുമില്ല. എങ്കിലും ചെല്ലമ്മേ, നീ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്കും കൂടി ചോറ് തരണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. നമുക്കിപ്പോ മക്കളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ. ഒരാളുടെ വയറിന്റെ കാര്യമല്ലയോ. അപ്പോ കുറെ കഴിഞ്ഞ് 2-3 വയറ് കൂടി ആയാലോ? അപ്പം ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ നിമിത്തം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം കണ്ണീര് കുടിച്ചു. എന്തൊരു പാപിയാണ്. കഴിഞ്ഞതെല്ലാം വിചാരിച്ച് മനസ്താപിക്കുന്നത് എന്തിനാണ്? എന്നെ കൂടെ കരയിപ്പിക്കാനോ? അയ്യോ, എന്നെ കൊണ്ട് എനിക്കറിയാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായി കഴിയാം. എനിക്ക് മതി. ശകലം കൂടി. അരച്ചക്രത്തിന് പൊരിയുണ്ട. നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഓ, എന്തൊരു വയറ്റുവേദന. വേദനിക്കട്ടെ. വേണ്ടാത്ത ദുശീലങ്ങളെല്ലാം ചെറുതിനെ ശീലിച്ചതുകൊണ്ടല്ലയോ? നീ അത് വാങ്ങിച്ചില്ലയോ? എന്തൊരു? ഓ, ഇങ്ങോട്ട് തരണമെങ്കിൽ താ. പിന്നെ കാര്യമൊക്കെ ശരി. ഇന്നാളത്തെ പോലെ ഇതും കുടിച്ചോണ്ട് ഇവിടെ കിടന്ന് ബഹളമൊന്നും കൂട്ടരുത്. ചെല്ലമ്മ, എന്തൊരു വേണോ? എരിയുള്ള കൂട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തേ. അരയ്ക്കുന്നതേ ഉള്ളൂ. നിന്റെ ഒരു അരപ്പ്. എല്ലാം ഞാൻ തീർത്തേക്കാം. ആ തുലുക്കനോടെ കൊഞ്ചിയും കൊഴിഞ്ഞും നടന്നിട്ടല്ലേടി എനിക്ക് നേരത്തും കാലത്തും ഒന്നും വേഗിച്ച് തരാൻ പറ്റാത്തത്? എന്താടി നിന്റെ താക്ക് താണുപോയ? വെണി തൊട്ട് നാക്കി വെക്കി. വേണമെങ്കിൽ അല്ലേടി നീ വേല ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ചോറ് തരുന്നതിന്റെ അഹംഭാവം അല്ലേടി കാണിച്ചത്? എന്തൊരു വേണം പറഞ്ഞോളൂ. കേട്ടല്ലോ. എവിടെ പോണേ? അവൻ അപ്പുറത്തെങ്ങാനും വന്ന് നിപ്പുണ്ടോ? നിന്റെ അത്രാങ്കണ്ണമേത്തൻ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ദൈവത്തോർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ ഒരു കള്ളക്കരച്ചില് പോഴി എന്റെ കൺമുമ്പിൽ നിന്ന്. ഇല്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് ഞാൻ കൊന്നുകളയുന്നേ. അതാണ് ഇതിനേക്കാളും നല്ലത്. ഇങ്ങനെ എന്നെ കൊണ്ട് വയ്യ. ഈ ചത്താൽ എനിക്ക് പുല്ലാടി പുല്ല.
കിട്ടുന്നില്ല. ഇല്ല. ഈ വീടിന് ഞാൻ തീ കൊളുത്തും. ഇതെന്തിനെ പറ്റി എന്റെ പൊന്നെ? ഇതെന്തോന്ന? അയ്യോ, കണ്ണു തുറക്കി, കണ്ണു തുറക്കി എന്റെ പൊന്നെ. നിന്റെ വേലയൊന്നും എടുത്ത് വേണ്ട. ഇന്നലത്തെ പോലെ കാശിലെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണല്ലേ ഒടി. എവിടെ തണ്ട്? എടി ആരെന്ന്? ഒന്ന് ചുമ്മാ ഇടി. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അവനിങ്ങ് വരട്ടെ. ഒന്നും ചെയ്യണ്ട. അവനെന്നെ കുത്തിക്കൊല്ലണം. അതല്ലേ നിന്റെ ആവശ്യം? ആരെയും കൊല്ലണ്ട. രക്ഷിക്കണം മുതലാളി, എന്നെ രക്ഷിക്കണം. എന്റെ കെട്ടുതാലി അറുക്കരുത് മുതലാളി, എന്റെ കെട്ടുതാലി അറുക്കരുത്. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്കൂ. അയ്യോ മുതലാളി, അയ്യോ മുതലാളി, ദൈവം രക്ഷിക്കും മുതലാളി. നിനക്കെന്നെ കൊല്ലണം. തൊട്ടുപോയത് അരിഞ്ഞു കളഞ്ഞാൽ അരിഞ്ഞു കളഞ്ഞു. അവിടെ പോകും. ഞാൻ വിടുകയില്ലടാ. ഞാൻ എടുത്തോളാം. ഓയ് വീട്ടാരെ, ഇവിടെ ആരുമില്ലേ? അയ്യോ, ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ തരാൻ. ഞങ്ങള് പിച്ചയ്ക്ക് വന്നതല്ല. അയ്യോ, അറിഞ്ഞില്ല. നിങ്ങൾ പിന്നെ ആര്? എവിടെന്ന് പറയണത്? ഒത്തിരി വടക്കുന്ന ഈ കൊച്ചുകളുടെ തന്ത ജീവിച്ചിരിപ്പില്ലയോ? ഉണ്ട്. എടി മേരി, എന്നെ തേടി ഇവിടെ വരാൻ നിന്നോട് ആര് പറഞ്ഞു?
ഞാൻ പിന്നെ എവിടെ പോകും? നീ ഇവിടെയും എനിക്ക് സ്വയം തരത്തില്ല, ചുടുകാട്ടിൽ പോയാലും സ്വയം തരത്തില്ല അല്ലേ? ഞാൻ ഈ കുട്ടികളും പെരുവഴി തണ്ടി നടന്നാൽ ഒരു സ്വൈര്യക്കേടില്ല നിങ്ങൾക്കല്ലേ? എടി നിന്നോട് മര്യാദയ്ക്ക് പുറത്തു പോകാനാണ് പറഞ്ഞത്. ഓ എന്തൊരു ശല്യമാടാ ഇത്. നീ മര്യാദയ്ക്ക് പോകുന്നോ അതോ അടിച്ചിറക്കണോ? ചെല്ലമ്മ, നിങ്ങൾ രണ്ടിനെയും കൊല്ല്. തന്തയുടെ കൈ കൊണ്ട് എന്നെ ചാകട്ടെ, എന്നിട്ട് എന്നെ അടുത്തറിയിക്കോ. ചെല്ലമ്മ, ആ ചൂലിങ് എടുക്ക്. നീ തന്നെ അവൾ അടിച്ചിറക്ക്. ഓ എന്തൊരു ശല്യമാടാ ഇത്. ചെല്ലമ്മ, ഇത് എന്റെ വീടാണ്. ഞാനാണ് ഇവിടെ ചെലവ് നടത്തുന്നത്. അടിച്ചിറക്കേണ്ടതും ഞാനാണ്. നിങ്ങളകത്തു പോ. അറിയാമടി, അറിയാം. എല്ലാ അവളുമാരെയും എനിക്കറിയാം. നിന്റെ ഒരു വീട്. ആ അകത്തു വാ. വരി.